ഡോക്ടർ കാത്തലിൻ ആൻഡ് മാത്യു, കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ കാത്തലിൻ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ഡോക്ടർ കാത്തലിൻ, നമ്മളുടെ ഇത്തവണത്തെ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് സംഭാഷണം ആരംഭിക്കാം, ആത്മഹത്യ ഇല്ലാതെയാക്കാം എന്നാണ്. ഒരുപാട് പേരെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ കാതലിൻ കണ്ടിട്ടുണ്ടാവുള്ളൂ. എൻ്റെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം, കാതലിൻ എപ്പോഴെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? വളരെ പ്രസക്തമായ ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണലി സ്പീക്കിംഗ് ഇല്ല സർ. പ്രോബബ്ലി ഇങ്ങനെ ഒരു പ്രൊഫഷനിലുള്ള ഒരാളായത് കാരണം പലതരത്തിലുള്ള ടെക്നിക്സും കാര്യങ്ങളൊക്കെ സ്ട്രെസ് മാനേജ്മെന്റ് വരുമ്പം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്റെ പ്രൊഫഷൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാവാം അങ്ങനെ ഒരു ചിന്ത വന്നിട്ടില്ല. അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഡോക്ടർ കാതലിൻ ചെയ്തത് എന്താണെന്ന് അറിയാനൊരു താല്പര്യമുണ്ട്. ഞാൻ അതിനുശേഷം നമ്മളുടെ മെഡിക്കൽ രീതിയിലുള്ള ഉപദേശത്തിലേക്ക് വരാം. ഡോക്ടർ കാതലിൻ എന്ത് സൂത്രമാണ് പ്രയോഗിക്കുക? സങ്കടം ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും, സങ്കടമില്ലാത്ത മനുഷ്യരുണ്ടാവില്ല. അങ്ങനെ സങ്കടവും സമ്മർദ്ദവും ഒക്കെ വരുമ്പോൾ ഡോക്ടർ കാതലിൻ എന്താ ചെയ്യുക? സർ, എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ സങ്കടവും സമ്മർദ്ദവും ഒക്കെ ഉള്ളപ്പം ഞാൻ അതിനെ പൂർണ്ണമായിട്ടും അടിച്ചമർത്താനോ ഉള്ളിൽ ഒതുക്കാനോ അങ്ങനെ ശ്രമിക്കാറില്ല. ഞാൻ അത് ആലോചിക്കാൻ പറ്റിയ ഒരു സ്പേസ്, ഒരു ടൈം കണ്ടെത്തി ആ പ്രോബ്ലം എന്താണെന്നുള്ളത് ഒന്ന് വിശകലനം ചെയ്ത് അതിനുള്ള ഇനീഷ്യൽ ആയിട്ടുള്ള അതിന്റെ ഒരു വികാര നിർഭരമായ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, ആ ഒരു ഇമോഷണൽ ഒരു ടൈം പീരീഡ്, ആ ഒരു ടൈം പീരീഡിനെ എക്സ്പ്രസ് ചെയ്യാൻ, അതിപ്പോ കരഞ്ഞിട്ടാണെങ്കിൽ കരയാനാണെങ്കിലും അങ്ങനെ അതിനൊരു സമയം കണ്ടെത്തി അതിനുശേഷം അതിന്റെ ഇമോഷണൽ ആസ്പെക്ട്സിനെ മാറ്റിവെച്ച് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു രീതിയിലൊരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു റീസണിങ്ങിനും സമയം കണ്ടെത്താറുണ്ട്. അപ്പം ബോത്ത് ഇമോഷണൽ എക്സ്പ്രഷനും ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ്ങും രണ്ടും ഒരു സമയം കണ്ടെത്തി ചെയ്യുമ്പോൾ ആ പൊതുവെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമോഷണൽ തിങ്കിങ്ങും ഉണ്ടാവണം, ലോജിക്കലായിരിക്കുകയും വേണം. പക്ഷേ ഇത് രണ്ടും പലപ്പോഴും രണ്ട് വഴിക്ക് പോകും. ഇമോഷണൽ ആകുമ്പോൾ ലോജിക്കിൻ്റെ പാട്ടിന് പോകും, ലോജിക്കായിരിക്കുന്ന സമയത്ത് ഇമോഷൻ്റെ പാട്ടിന് പോകും. ഇതിനെ രണ്ടിനെയും ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ഒരുപാട് പ്രൊഫഷനുകളിൽ നിൽക്കുന്നവരും കൗമാരക്കാരായിട്ടുള്ളവർ നമ്മളെ ഞെട്ടിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് 12 വയസ്സ് മുതലുള്ള കുട്ടികൾ പോലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. അതിനെ എങ്ങനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക ഡോക്ടർ കാതലിൻ? സർ, എനിക്ക് തോന്നുന്നു ഇതിനെ പറ്റിയുള്ള കോൺവെർസേഷൻസ്, അതായത് സ്ട്രെസ് മാനേജ്മെന്റോ, കുട്ടികൾക്ക് പലപ്പോഴും ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെ കോപ്പ് ചെയ്യണം, നേരിടണം എന്ന് അറിയുന്നില്ല. അപ്പോ അതിനെ പറ്റിയുള്ള സംഭാഷണം വീടുകളിൽ തന്നെ ആരംഭിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛനും അമ്മയും പ്രശ്നങ്ങളെ എങ്ങനെ നേരിടുന്നു, കുട്ടികൾ പലപ്പോഴും മോഡലിംഗ്, അതായത് അച്ഛനും അമ്മയും എന്തൊരു മോഡലാണ് അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് നോക്കിയാണ് അവർ പലപ്പോഴും പഠിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും ചിലപ്പോൾ പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പൊട്ടിത്തെറിയിലൂടെയോ അല്ലെങ്കിൽ അവർ തന്നെ പല വീടുകളിലും ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്നത് കാണുന്ന കുട്ടികൾ ഉണ്ടാവാം. അപ്പൊ ഫാമിലിയിൽ അങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുക, സ്ട്രെസ് വരുമ്പം അത് ഡീൽ ചെയ്യേണ്ട രീതി എന്താണെന്ന് മോഡൽ ചെയ്ത് കൊടുക്കുക. സ്കൂളുകളിലും ഇതേപോലെയുള്ള കോപ്പിംഗ് സ്കിൽസ്, സ്ട്രെസ് മാനേജ്മെന്റ് സ്കിൽസ്, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ഏർലി, ക്യാച്ച് ദം യങ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കുടുംബത്തിൽ നിന്നുള്ള സമ്മർദ്ദം, അതേപോലെ ബ്രേക്കപ്പുകൾ, അതാണല്ലോ മറ്റൊരു വലിയ ഇഷ്യൂ. ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന, എല്ലാം കയ്യിൽ നിന്ന് പോയി, അവൻ പോയി അല്ലെങ്കിൽ അവൾ പോയി, അതോടുകൂടി ജീവിതമില്ലാതായി. അതായത് എൻ്റെ ജീവിതം ഞാൻ മറ്റൊരാളിൽ നിക്ഷേപിച്ചിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ടാവുമല്ലോ, അവരാണ് വല്ലാതെ സമ്മർദ്ദത്തിലാവുന്നത്. എൻ്റെ ജീവിതം മറ്റാരിലും നിക്ഷേപിക്കാതിരുന്ന പ്രശ്നമില്ല. അങ്ങനെയുള്ള കുറേ മനുഷ്യരുണ്ടാവുമല്ലോ, ആ ബ്രേക്കപ്പിൻ്റെയൊക്കെ വക്കിൽ നിൽക്കുന്നവർ, ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് കുറേ നേരം ഇരിക്കുന്ന മനുഷ്യരുണ്ടാവും. അവരൊക്കെ ഈ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നമ്മളെവരെ എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റും? അതെ സർ, അത് വളരെ പ്രസക്തമായ ക്വസ്റ്റ്യൻ ആണ്. കുറേയൊക്കെ യങ് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ അടുത്ത് ആത്മഹത്യയുടെ ചിന്ത പറയുന്നത് ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ്. അതായത് ലൈഫ് മുഴുവൻ ഒരാളിൽ ഇൻവെസ്റ്റ് ചെയ്തു, അവര് വേണ്ടാന്ന് വെക്കുമ്പോൾ അതിനെ കോപ്പ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽട്ടി. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ അവരുടെ ചുറ്റുമുള്ളവർ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, സഹപ്രവർത്തകരായിക്കോട്ടെ, കൂടെയുള്ള ഒരാൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണെന്ന് കാണുമ്പോൾ അത് ഇഗ്നോർ ചെയ്യാതെയോ അത് ബ്രേക്കപ്പ് അല്ലേ, അത് ലവ് ഫെയിലിയർ അല്ലേ, ചെറിയ കാര്യമാണ്, ചെറിയ കേസാണെന്ന് പറഞ്ഞ് അത് തള്ളിക്കളയാതെ അവർ വളരെയധികം ഒരു ഇമോഷണലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വൾണറബിൾ ആണ്, ഇങ്ങനെയുള്ള ചിന്തകളും വരാം എന്ന് മനസ്സിലാക്കുകയും എനിക്ക് തോന്നുന്നു ആദ്യം ചെയ്യുന്നത് ലിസൺ, അവർക്ക് പറയാനുള്ളത് ഒരു വളരെ ക്ഷമയോടുകൂടി കേൾക്കുക, എന്നിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്ത് ആ ഒരു ലെവലിൽ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ അവർക്ക് വിദഗ്ധമായ ഒരു വൈദ്യസഹായം കൂടി, ഒരു
ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ ഹെൽപ്പ് തേടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ ഞാൻ ബ്രേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ ഈ പല ആളുകളെയും റിജക്ഷൻ ഫീലിംഗ് ഉണ്ടാവും. അത് ബ്രേക്കപ്പ് പ്രണയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാത്ത ബന്ധങ്ങൾ. ഇപ്പോൾ വീട്ടുകാർ റിജക്റ്റ് ചെയ്യുന്നു, സഹോദരങ്ങൾ റിജക്റ്റ് ചെയ്യുന്നു, സുഹൃത്തുക്കൾ റിജക്റ്റ് ചെയ്യുന്നു, ജോലി സ്ഥലങ്ങളിൽ നിന്ന് റിജക്റ്റ് ചെയ്യപ്പെടുന്നു, ഫയർ ചെയ്യപ്പെടുന്നു, അതിൻ്റെ സമ്മർദ്ദം താങ്ങാനാവുന്നില്ല. ഈ സമയങ്ങളിലൊക്കെ നമ്മളുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് ഈ ആത്മഹത്യയെ പ്രതിരോധിക്കാൻ കഴിയില്ലേ? എത്ര വലിയ പ്രശ്നം മുന്നിൽ വന്നാലും, നമ്മൾ കുട്ടനാട്ടുകാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, തലയ്ക്ക് മീതിൽ വെള്ളം വന്നാലും അതിനു മേലെ വെള്ളം നിൽക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെ കയറിപ്പോകാൻ പറ്റുന്ന ഒരു കാലമുണ്ടല്ലോ. അങ്ങനെ ജീവിതത്തിനൊരു ശൈലി മാറ്റം നിങ്ങൾ അങ്ങനെ നിർദ്ദേശിക്കാനുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ലൈഫ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കാൻ? അതെ, ഇപ്പൊ സാർ പറഞ്ഞ കാര്യം ആത്മഹത്യ പോലെയുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് റെഗുലർ ആയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ്, എക്സസൈസ്, ഉറക്കം വളരെ പ്രധാനമാണ്. പലരും ഫോണും കാര്യങ്ങളുമായിട്ട് യൂസ് ചെയ്ത് ഉറക്കം വളരെയധികം കുറവുള്ള ഒരു കാലഘട്ടമാണ്. 6-7 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറക്കം കിട്ടുക. ഈ പറഞ്ഞ പോലെ എക്സസൈസ്, എവറി ഡേ കുറച്ച് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു പോസിറ്റിവിറ്റി, എൻഡോർഫിൻസ് റിലീസ് ചെയ്യും, അതിലൊരു പോസിറ്റിവിറ്റി കണ്ടെത്താൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരു പോസിറ്റീവ് മെന്റൽ ഹെൽത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിരുന്നാലും നമ്മളൊരു ക്രൈസിസിൽ നിൽക്കുമ്പോൾ, ഇപ്പൊ ആത്മഹത്യാ ചിന്തയുടെ വക്കിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സഹായം തേടുന്നത് തന്നെയായിരിക്കും ആ സമയത്ത് നല്ലത്. ഓക്കെ, അപ്പോൾ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, അവരോടൊക്കെ കാര്യങ്ങൾ തുറന്നു പറയുക, അല്ലേ? ഓപ്പണായി ജീവിക്കാൻ ശ്രമിക്കുക, അടക്കി വെക്കാതിരിക്കുക, അല്ലേ ഡോക്ടർ കാതലിൻ? അതെ, ആ സോഷ്യൽ കണക്റ്റഡ്നെസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇന്ന് സൊസൈറ്റിയിൽ ആളുകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം, ആ ഒരു കണക്റ്റഡ്നെസ്, ഐ ഫീൽ ബിലോങ്ഡ് ഇൻ ദ സൊസൈറ്റി എന്നുള്ളൊരു ഫീലിംഗ് പലർക്കും ഇല്ല. ഞാൻ തനിച്ചാണ്, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാണെന്നുള്ള ചിന്ത പലപ്പോഴും ആത്മഹത്യയിലേക്ക് നയിക്കാൻ ഒരു ഘടകമാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധി അലട്ടുന്ന മനുഷ്യരുണ്ട്, അവരെ ഡോക്ടർ എങ്ങനെ സഹായിക്കും? റൈറ്റ്, അപ്പം സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ പലപ്പോഴും വളരെ ഇമോഷണലി അവർ ഓവർ ബേർഡൻഡ് ആയിട്ട് അവർക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. അവർ വളരെ ഹോപ്പ്ലെസ് ആവുകയാണ്. ഇനി എനിക്കൊരു വഴിയില്ല, എന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ എന്റെ കുടുംബത്തിനെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്നുള്ളൊരു ചിന്തയാണ്. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ആ സമയത്ത് അവരുടെ ഇമോഷണൽ ബേർഡൻ കാരണം ചിന്തിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ ഒരു ഇമോഷണൽ ആസ്പെക്റ്റിനെ കണ്ടെയ്ൻ ചെയ്യുകയും അവർക്ക് വേണ്ടിയ കൗൺസിലിംഗ് ആണോ ട്രീറ്റ്മെന്റ് ആണോ അത് ആ സമയത്ത് കൊടുക്കുകയും അവരുടെ ആ ഒരു ഇമോഷണൽ ബേർഡൻ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ പലർക്കും അതിനുള്ള സൊല്യൂഷൻസ്, മുന്നോട്ട് ഏത് രീതിയിൽ പോവാം എന്നുള്ള ഉത്തരം സ്വയം ഉള്ളിൽ നിന്ന് തന്നെ കണ്ടെത്താൻ പറ്റുന്നതാണ് നമ്മൾ പൊതുവെ കാണാറുള്ളത്. അപ്പൊ ആ സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഡോക്ടർ കാതലിൻ. വളരെ രസകരമായി തന്നെ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിച്ചു. ഡോക്ടർ കാതലിൻ ആണ് നമുക്കൊപ്പം ചേർന്നത്. ആത്മഹത്യാ പ്രതിരോധ മാർഗം സംഭാഷണം ഉണ്ടാവുക, ആത്മഹത്യയെ തടയുക എന്നതാണ്. ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാം, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ജീവിതം മറ്റാരെങ്കിലും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിക്ഷേപിച്ചോളൂ, കുറച്ചൊക്കെ സന്തോഷം. പക്ഷേ എല്ലാം കൊണ്ടൊരു മനുഷ്യനിൽ നിക്ഷേപിക്കരുത്. നിങ്ങൾ കുറച്ചധികം മനുഷ്യരിൽ നിക്ഷേപിക്കണം. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വേണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പലതരത്തിലാണല്ലോ നിങ്ങൾ സൗഹൃദത്തിനും സന്തോഷത്തിനും വേണ്ടിയുള്ള നിക്ഷേപങ്ങൾ ഉണ്ടാവുക. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ അതോടുകൂടി ജീവിതം അവസാനിച്ചു എന്ന് കരുതുന്നത് നമ്മുടെ എല്ലാ നിക്ഷേപവും നമ്മളൊരു ബാങ്കിൽ കൊണ്ടിട്ടു ആ ബാങ്ക് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിന് സമമാണ്. നിങ്ങൾ അങ്ങനെ മനുഷ്യരെ വിശ്വസിച്ചോളൂ, പക്ഷേ അങ്ങനെ പൂർണ്ണമായും വിശ്വസിക്കരുത് എന്നുള്ള ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാലം അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചില പദ്ധതികൾ ഉണ്ടാവണം. നിങ്ങൾ നല്ല ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുക, നിങ്ങൾ തന്നെ കൊണ്ടുപോയി സ്ഥലങ്ങൾ കാണിക്കുക. നമ്മളതിനെ സോഡോഗാമി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. സോഡോഗാമി അങ്ങനെയാണ് ആ പദത്തിൻ്റെ പ്രയോഗം. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ, നിങ്ങളിൽ കൂടുതൽ അനുരക്തനായിരിക്കുമ്പോൾ, അത് സ്വാർത്ഥതയുടെ എലമെൻ്റ് അല്ല. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? രാവിലെ ഇറങ്ങിയൊരു നടത്തം, നിങ്ങളെ ഈ പ്രഭാതം നിങ്ങളെ ഒന്ന് കാണിക്കൂ. ഈ നല്ല മഞ്ഞ് നിങ്ങളെ ഒന്ന് കാണിക്കൂ. ആ മഞ്ഞിൻ്റെ അനുഭവം നിങ്ങളൊന്ന് അറിയൂ. നിങ്ങൾ യാത്ര കൊണ്ടുപോവുക, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, നിങ്ങൾക്കുള്ള കാഴ്ചകൾ സമ്മാനിക്കുക. അതിനൊക്കെ വേണ്ടി കുറച്ച് സമയവും കുറച്ച് പണവും കുറച്ച് സാവകാശവും ഒക്കെ നിങ്ങൾ നീക്കിവെക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്. പലപ്പോഴും ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവും. അതാണ് ജീവിതത്തിൽ അവസാനത്തെ പാഠം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നല്ല തുറന്ന് പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവണം. ജീവിതത്തിൽ ഒരാളിൽ മാത്രമായി നിക്ഷേപം നടത്തരുത്. ജീവിതത്തിൽ നിങ്ങൾ ഈ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അവസാനിപ്പിക്കാമെന്ന് കരുതരുത്. ഒരുപാട് കാഴ്ച കാണാൻ ബാക്കിയുണ്ട്. ഹിമാലയത്തിലുള്ള മഞ്ഞുനിലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതനിരകളുടെ മുകളിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആ കേബിൾ കാറിൽ ഒന്ന് സഞ്ചരിക്കണ്ടേ? നിങ്ങൾക്ക് ഈഫൽ ടവറിന് മുകളിൽ നിന്ന് താഴേക്ക് നോക്കി ഒരു നല്ല ചൂട് കാപ്പിയുമായി മനുഷ്യർ ലോകവും ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ? ഇനി പിന്നെ ബഹിരാകാശത്തേക്ക് ടൂറിസം ഒക്കെ വന്നാൽ അങ്ങോട്ടൊന്ന് യാത്ര ചെയ്യണ്ടേ? ഈ ഭൂമി എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കാണണ്ടേ? ഒന്നുമല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്തുള്ള പുഴ കടന്ന് അപ്പുറത്തേക്ക് പോയി ഈ കമ്മൽ പൂക്കളെ ഒന്ന് കണ്ടിട്ട് തിരിച്ചിറങ്ങണ്ടേ? അങ്ങനെ ഒരുപാട് കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ട് ഈ ലോകം നിങ്ങളുടെ മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം അനന്തമാണ്. ജീവിതം ഒരുപാട് സാധ്യതകളുള്ളതാണ്. ആത്മഹത്യാ പ്രതിരോധത്തിൽ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.